വേരുകൾ. എനിക്കും നിങ്ങൾക്കും അറിയാം, സ്ഥാനാർത്ഥികൾ ആരായാലും തെരഞ്ഞെടുപ്പിലെ താരം വോട്ടിംഗ് യന്ത്രമാണ്. വോട്ട് ചെയ്യാനും എണ്ണാനും എളുപ്പം ഈ യന്ത്രം കൊണ്ടാണ്. ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു വോട്ടിംഗ് യന്ത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്. വിജയകുമാർ, യന്ത്രത്തിനെ കുറിച്ചുള്ള വിവാദമൊക്കെ പോയല്ലോ? വിവാദം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ വിവാദം ബാലറ്റ് മതി കോടതിയിലൊക്കെ ചെന്നു. കോടതി പക്ഷേ കണക്കിലെടുത്തില്ല. അപ്പോൾ അതേസമയം നമ്മൾക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, രാജ്യത്ത് ആദ്യമായി ഈ വോട്ടിംഗ് യന്ത്രം പരീക്ഷിച്ചത് കേരളത്തിലാണ്. അത് എത്ര ആളുകൾക്കറിയാം? വോട്ടിംഗ് യന്ത്രത്തിന്റെ അടിവേരുകൾ തേടി. വേരുകൾ 1982 മെയ് 19 രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം രേഖപ്പെടുത്തിയ ദിനം. കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചു. പേപ്പർ ബാലറ്റുകളുടെ കാലമായിരുന്നു അത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPIയിലെ N. ശിവൻപിള്ളയും UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ AC ജോസും തമ്മിലായിരുന്നു പ്രധാന മത്സരം. പറവൂരിലെ 52 ബൂത്തുകളിലാണ് അന്ന് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത്. യന്ത്രത്തെ ചൊല്ലി അനിശ്ചിതത്വവും ആകാംക്ഷയും നിറഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു അതെന്ന് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ച N. ശിവൻപിള്ളയുടെ മകനും പിന്നീട് പറവൂർ MLAയുമായിരുന്ന P. രാജു ഓർക്കുന്നു. മെഷീൻ ഞങ്ങൾ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ഇവിടെ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് എല്ലാവർക്കുമുള്ള സംശയം ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. അന്നെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത് ഏത് ബട്ടണിൽ കുത്തിയാലും AC ജോസിന് വോട്ട് വീഴുമെന്നായിരുന്നു. അപ്പം ഞങ്ങളത് വിശദമായി അതിൻ്റെ രൂപകൽപ്പന ചെയ്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ സംശയമായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് അന്ന് പല അഭ്യൂഹങ്ങളും പരന്നു. വോട്ടിംഗ് യന്ത്രത്തിൽ സംശയമുന്നയിച്ച് ആദ്യം കോടതിയെ സമീപിച്ചത് LDF. ആവശ്യം തള്ളിയ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകാൻ നിർദ്ദേശിച്ചു. ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ചുമതല പ്രാദേശിക പാർട്ടി പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമായിരുന്നു. വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഒരു പ്രദേശം പറവൂർ നിയോജകമണ്ഡലമാണ്. അന്ന് ശിവൻപിള്ളയോട് മത്സരിച്ച് തോറ്റ AC ജോസ് കോടതിയിൽ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായെങ്കിൽ പോലും അവസാനം കോടതി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കുകയും അന്ന് പകുതി ബൂത്തുകളിൽ മാത്രമാണ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ അനുവദിച്ചത്. തെരഞ്ഞെടുപ്പിൽ LDFിലെ N. ശിവൻപിള്ള 123 വോട്ടിന് വിജയിച്ചു. പിന്നാലെ ഫലം ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥി AC ജോസ് കോടതിയിലെത്തി. 1951 ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് ബാലറ്റിലൂടെ രേഖപ്പെടുത്തിയ വോട്ടിന് മാത്രമേ സാധുതയുള്ളൂ എന്ന് സുപ്രീം കോടതി വിധിച്ചു. ശിവൻപിള്ളയുടെ തെരഞ്ഞെടുപ്പ് അസാധുവായി. വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച 52 ബൂത്തുകളിൽ 2 വർഷങ്ങൾക്ക് ശേഷം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് റീപോളിംഗ് നടത്തി. 1146 വോട്ടിന് AC ജോസ് വിജയിച്ചതും ചരിത്രം. ഇലക്ഷൻ ഡെസ്ക് 24. എന്തായാലും ആ പറവൂരിലെ ആ ഇലക്ഷനൊക്കെ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. അതെ. അന്ന് വലിയൊരു പരീക്ഷണമായിരുന്നു അത്.